IPL രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ സഞ്ജു സാംസന്റെ അവസാന സീസൺ ആയിരിക്കും ഇപ്രാവശ്യത്തെന്നാണ് പുറത്തു വരുന്ന അഭ്യൂഹങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. റോയൽസോ സഞ്ജുവോ ഇതേക്കുറിച്ച് ഒന്നും തന്നെ പുറത്തു വിട്ടിട്ടുമില്ല. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പൊതുവെ ഇപ്പോൾ പറയപ്പെടുന്ന ഒരു സംസാര വിഷയം. മുഖ്യ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ പ്രധാന വിള്ളലാണ് താരത്തെ കൂടുതലും പ്രേരിപ്പിക്കുന്നത്. സഞ്ജുവും ദ്രാവിഡും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളതെന്ന് ഇതിനോടകം തന്നെ പല സംഭവങ്ങളും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും തീർത്തും വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിൽ ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചു നോക്കുമ്പോൾ അടുത്ത സീസണിൽ സഞ്ജു റോയൽസിൽ തുടരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. സീസൺ കഴിയുകയാണെങ്കിൽ റോയൽസ് ഒഴിവാക്കുന്ന കളിക്കാരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തെയും പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത സീസണിന് മുന്നോടിയായിട്ടായിരിക്കും മിനി താരലേലത്തിൽ തീർച്ചയായും സഞ്ജുവിനെ കാണുവാൻ കഴിയും. വലിയ ഡിമാൻഡ് തന്നെ ലേലത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. നിലവിൽ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ താരമെന്ന റെക്കോർഡ് നിലനിൽക്കുന്ന ഋഷഭ് പന്തിനാണ്. കഴിഞ്ഞ മെഗാ ലേലത്തിൽ 27 കോടി രൂപയ്ക്കായിരുന്നു അദ്ദേഹത്തെ ലക്നൗ സൂപ്പർ ജയൻസ് ടീം സ്വന്തമാക്കിയിരുന്നത്. പക്ഷേ അടുത്ത സീസണിൽ ഈ റെക്കോർഡ് സഞ്ജു തിരുത്തുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ലേലത്തിൽ സഞ്ജുവിന് വേണ്ടി രംഗത്തിറങ്ങാൻ സാധ്യതയുള്ള നിരവധി ടീമുകൾ നിലനിൽക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 5 പ്രാവശ്യം IPL ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അടുത്ത ലേലത്തിൽ സഞ്ജു സാംസണിനെ നേടുവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു ടീം എന്നത്. മലയാളി വിക്കറ്റ് കീപ്പർക്കായി ഏതറ്റം വരെ പോവാൻ അവർ തയ്യാറാക്കുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല. ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായി MS ധോണി വീണ്ടും ഒരു സീസൺ കൂടി കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവുമാണ്. 44-ാം വയസ്സിലേക്ക് കടക്കുന്ന താരം ഈ സീസൺ കഴിയുകയാണെങ്കിൽ കളി മതിയാക്കാനുള്ള സാധ്യതയാണ് കൂടുതലും. ധോണിയുടെ പകരക്കാരന്റെ റോളിലേക്ക് ചെന്നൈക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ കൂടിയായിരിക്കും സഞ്ജു സാംസൺ. ഇനി മുൻപോട്ടുള്ള സീസണുകളിൽ വിക്കറ്റ് കീപ്പർ മാത്രമല്ല, മറിച്ച് CSKയുടെ ക്യാപ്റ്റൻസിയും വളരെ മികച്ച രീതിയിൽ നിർവഹിക്കാൻ താരത്തിന് കഴിയുകയും ചെയ്യും. മാത്രമല്ല, ചെന്നൈ ടീം ഇപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണുള്ളത്. പുതിയ ലുക്കിലുള്ള CSK ടീമിനെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിയാണ് സഞ്ജു സാംസൺ. ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും അതുപോലെ ടീമിന് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അടുത്ത ലേലത്തിൽ സഞ്ജു സാംസണിനെ നേടുവാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ടീം എന്നത്. വെറ്ററൻ ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെയ്ക്ക് കീഴിലാണ് ഈ സീസണിൽ KKR കളിക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അവർ പ്ലേ ഓഫിൽ കടക്കുമോ എന്ന കാര്യം വളരെയധികം സംശയമാണ്. ഈ സീസൺ കഴിയുകയാണെങ്കിൽ രഹാനെ നായക സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ തന്നെയാണ് കൂടുതലും സാധ്യതകൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത IPLലേക്ക് പുതിയൊരു ക്യാപ്റ്റനെയും KKRന് ആവശ്യമായിട്ടുണ്ട്. ലേലത്തിൽ സഞ്ജു ഉണ്ടെങ്കിൽ പ്രഥമ പരിഗണന അദ്ദേഹത്തിന് തന്നെയായിരിക്കും ലഭിക്കുക. മാത്രമല്ല, സഞ്ജുവിനെ സംബന്ധിച്ചുകൊണ്ട് KKR ഒരു പുതിയ ടീമല്ല. അദ്ദേഹം IPL യാത്ര തുടങ്ങിയത് അവർക്കൊപ്പം കൂടിയായിരുന്നു. പക്ഷെ KKRനായി ഒരു മത്സരം പോലും കളിക്കാൻ മലയാളി താരത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2019-ലായിരുന്നു KKR വിട്ട് സഞ്ജു റോയൽസിലേക്ക് പോയിരുന്നത്.